ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ ഹണ്ടിങ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക ഇതായിട്ട് ഞാൻ ഇതിലെല്ലാം തോക്കൊന്നായിട്ട് എനിക്ക് ഫെമിലറൈസ് അല്ല. അപ്പം ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഉള്ള തോക്കുകൾ ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇത് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന തോക്കാണ്. ജയേഷ് ഈ തോക്കിനെ പറ്റി ഒന്ന് വിശദീകരിച്ചത്. ഇപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന തോക്കാണ്. ആയിട്ടാണ് അതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് സ്പാനിഷ് റൈഫിൾ ആണിത്, ബർഗാഴ എന്ന് പറയും. ഇതിന്റെ കാലിബർ 308 ആണ്. 308 ഉപയോഗിക്കുന്ന ബുള്ളറ്റ് ഇതാണ് 308ന്റെ. ഇത് എന്തിനാ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കണതാ? ഇത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ അനിമലും ഉപയോഗിക്കാം. ആനേനെ ഉപയോഗിക്കാൻ പറ്റും. ബുള്ളിന് മേളിലുള്ളതിനെല്ലാം 375 ആണ്. 375 ആണ്. ഇത് 308 അതിന് താഴെയുള്ള എല്ലാം ബെയർ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. സ്കോപ്പാണ് ഇതിന്റെ ബൈനോസ്കോപ്പ് അല്ലേ? അല്ല, ഇത് സ്കോപ്പ് എന്നാണ് പറയുന്നത്. ഇത് GPO എന്ന് പറഞ്ഞ സ്കോപ്പാണ്. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് അല്ലല്ല, ഇത് ഇലക്ട്രോണിക് അല്ല. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സീറോ ചെയ്തിട്ടുള്ള റൈഫിളാണ്. എത്ര മീറ്റർ വരെ കിട്ടണം? ഇത് നമുക്ക് സാധാരണ ഫ്രീ ആയിട്ട് നമുക്ക് ബുള്ളറ്റ് ഒരു 4 മൈൽ വരെ ട്രാവൽ ചെയ്യും. ബുള്ളറ്റ് സ്ട്രൈറ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ 4 to 5 മൈൽ വരെ പോകും ഇത്. പക്ഷെ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ബാക്ക് സ്റ്റോപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സായി കഴിഞ്ഞാൽ പുറകിൽ കൊണ്ട് നിൽക്കണം, ട്രാവൽ ചെയ്യാൻ പാടില്ല. ഇതിന്റെ പുറകിൽ കാണാം ഒരു മല പോലെ കാണാം. ബുള്ളറ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സായാലും അതിൽ നിൽക്കണം, ട്രാവൽ ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് കൊള്ളാൻ പാടില്ല. അതുകൊണ്ടാണ് ബാക്ക് സ്റ്റോപ്പ് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ട്രിഗർ ലോക്ക് വെച്ചിരിക്കാം, പെട്ടെന്ന് ആരും എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മോഡറേറ്റർ എപ്പോഴും ടൈറ്റ് ആയിരിക്കണം. ഫയർ ചെയ്യുന്ന മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ലൂസ് ആയി കഴിഞ്ഞാൽ അതിന് ഗ്യാപ്പ് വരും, ഡാമേജ് കറക്റ്റ് ആവില്ല, ഷൂട്ട് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ഷൂട്ടിങ്ങിന്റെ ഏറ്റവും പ്രഥമ ഒരു കാര്യമാണ് എപ്പോഴും തോക്ക് താഴത്തേക്ക് മാത്രമാണ് പിടിക്കാമുള്ളൂ. അത് കൂടാതെ പിസ്റ്റളില് നമ്മുടെ വിരൽ ഒരിക്കലും തൊടാനും പാടില്ല. അതായത് നമ്മുടെ റൈഫിൾ ഒരിക്കലും ഒരാളെയും പോയിന്റ് ചെയ്യില്ല. ഒന്നിലെ മേളിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ താഴേക്ക് ആയിരിക്കും റൈഫിൾ. അങ്ങനെയാണ് എപ്പോഴും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി അത് ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഒരാൾ പുറകിൽ, ഇപ്പൊ നമ്മൾ ഹണ്ടിങ്ങിന് പോകുമ്പോൾ ഒരാൾ പുറകിലുണ്ടെങ്കിൽ പോലും ഒരിക്കലും റൈഫിൾ ഇങ്ങനെ പിടിക്കില്ല. മേത്തോ പിടിയൊന്നാലും ഉണ്ട്, താത്തിയെ പിടിക്കത്തുള്ളൂ. ഒന്നിലെ നമുക്ക് ഇങ്ങനെ തൂക്കാം റൈഫിള്, അല്ലെങ്കിൽ ബാക്കിൽ തിരിച്ചു തൂക്കാം. കറക്റ്റ് പൊസിഷൻ ഇങ്ങനെയാണ് പിടിക്കാമുള്ളൂ. ഇത് ഓൾറെഡി ലോക്ക്ഡ് ഉണ്ട്, അതുകൊണ്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഏകദേശം ഇതിന് വില ഏകദേശം ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇതിന് ഈ റൈഫിളിന് 2000 euro ആയി. ഇതിന് റൈഫിളിന് 2 ലക്ഷം രൂപ, ഇന്ത്യൻ റുപ്പീസ് 2 ലക്ഷം രൂപ ഇതിന്. പിന്നെ മോഡറേറ്ററിന് ഓൾമോസ്റ്റ് ഒരു 100 euro അടുത്തായി. സ്കോപ്പിന് എത്ര വന്നിട്ടുണ്ടാവും? സ്കോപ്പ് ഇത് 1800 euro ആണ് ഇതിന്റെ വില. അപ്പോൾ ഒരു 4 ലക്ഷം രൂപയുടെ മുതലാണ് അത്. കൂടാതെ ലൈസൻസ് എടുക്കുന്നതിന് ബാക്കി ചെലവ് ഏകദേശം ഒരു 10,000, ഒരു 4 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡബിൾ ബാരൽ എന്ന് പറയും. നമ്മുടെ 12 ബോർ എന്ന് പറയുന്നത് നാട്ടിലെ 12 ബോർ. ഇത് ഡബിൾ ബാരലാണ്. ഡബിൾ ബാരൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതിലൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടത്. നമ്മൾ ഇപ്പോൾ റേഞ്ചിലാണെങ്കിലും സാധാരണ നമ്മൾ ക്യാരി ചെയ്യുന്ന പൊസിഷൻ ഉണ്ട്. ഒന്നില് ഇങ്ങനെ വെച്ച് ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ മറ്റേ റേഞ്ചിനകത്ത് ഇങ്ങനെ തൂക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ്. ഇങ്ങനെ വെക്കാൻ പാടില്ല, ഒരിക്കലും തുറന്നു തന്നെ ഇരിക്കണം. അതാണ് സേഫ്റ്റി അതിന്റെ പ്രൊസീജിയർ. ഈ തോക്കിന് ഏകദേശം എന്ത് വില? ഇത് ഞാൻ മേടിച്ചത്, ഇത് പുതുതാണ്, ഇത് കുറച്ചായിട്ട് മേടിച്ചിട്ട്. ഇത് 2800 euro ആയി. 2800. മറ്റൊരു കാര്യം, ഈ ഗൺ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രമുഖര് ഇന്ത്യൻസ്, അതിനുശേഷം ജർമ്മൻ, പിന്നെ ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഇപ്പം ഏറ്റവും വില കുറവും ഏറ്റവും ക്വാളിറ്റിയിലും ഉണ്ടാക്കുന്നത് ടർക്കി എന്നുള്ള ഇതാണ്.
Daar's net 3 plus te vlak. ഇപ്പൊ നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ആദ്യത്തേത് 50 മീറ്ററും അതിനുശേഷം 100 മീറ്ററുമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇത് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന. Please always stand behind the rifles, please. These are always for safety. We be behind it. We know nobody's going to die. Okay. It's shit if somebody dies. It's paperwork. So we don't want paperwork today. This is a really nice scope. Yeah. It's a German scope, eh? Yeah, GPS. Loretta, I want you to look while I'm shooting so you can see it's a toy gun. Right. It's not a big rifle. It's especially for ladies. അവരത് കാലിബ്രേറ്റ് ചെയ്യണം. ആ കാലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ Was niet there. Ek gaan vir hierdie kol regs van die links van die witblok doen. ഞാനിത് ആദ്യമായിട്ടാണ് De duim hoog en het daar Presies wat ek hom wil hê. You want me to find 0 and then So there's no bullet inside now. it is But it's I'm loading it so you can feel the trigger. Is your eye relief good? Can you see the target? That's the reason. Zero. Quite clear. Take the safety off. ഹലോ, നമ്മൾ ഇപ്പം നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ഹണ്ടിങ് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായിട്ട് ഈ ഷൂട്ടിംഗ് ക്ലാസ് ഇവർ നമുക്ക് തരും. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുകയുള്ളൂ. അപ്പം അതിക്ക് മുമ്പ് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ A to Z അവർ പറഞ്ഞു തരും. Make another one until you find it. going to go top left. ഇവർ രണ്ടുപേരും ഇത് പഠിപ്പിക്കാനായിട്ടുള്ളതാണ്. ഇന്ന് വൈകിട്ട് മുതൽ തന്നെ ഇത് ഷൂട്ടിംഗ് തുടങ്ങും. അതിൻ്റെ ഒരു A to Z കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. വളരെ വെൽ പ്രൊഫഷണലി ആയിട്ടുള്ള ആൾക്കാരാണ്. That's okay. Try to, when you remove the sight, keep your finger away from the trigger at all times. Just trigger when you're ready to shoot. Okay? ഷൂട്ടിംഗ് Make yourself comfortable. ഇത് പഠിപ്പിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. Patrone geprobeer. That's nice. Oh, what a shot. Huh? That was a good Well shot. done. Just to the left of the bull. കുട്ടി നേരത്തെ ഇത് നടത്തി. അവൻ നേരത്തെ മുതൽ തന്നെ ഷൂട്ടിങ്ങിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. ഞാൻ അവൻ്റെ ശിഷ്യനായിട്ട് കുറച്ച് ആൾ വെടി സഞ്ചി ഒക്കെ ആയിട്ട് നടന്നേക്കുന്നല്ലാതെ UK നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന 6.5 ഇതിന്റെ പ്രാവീണ്യം നേടിയിട്ടുള്ള രാജേട്ടൻ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ തോക്കിനെ പറ്റിയുള്ള ഒന്ന് പറഞ്ഞത്. ഇത് 6.5 നമ്മൾ ഏകദേശം ചെറിയ മൃഗങ്ങളെ സീബ്ര വരെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ലോങ് റേഞ്ച് നല്ല ഫ്ലാറ്റ് അതുകൊണ്ട് ലോങ് റേഞ്ച് ഉപയോഗിക്കുന്നതാണ്. അതിന് Okay, so to load the gun, ഇതിൽ ഫിറ്റഡ് ആണ്. now it's loaded, but there's no bullet inside. Here's the bullet. ഇതിന് എത്ര റേഞ്ച് വരെ കിട്ടുന്ന? 3 to 5 കിലോമീറ്റർ ഇത് ട്രാവൽ ചെയ്യും. 3 to 5 കിലോമീറ്റേഴ്സ് വരെ. So leave this. ഇത് Just push forward. ഇതിന്റെ മറ്റേ സൈലൻസർ ഉള്ളതാണ് മോഡൽ. You look at your target, decide, okay, I'm ready. Use your thumb, push it forward, then it's live. So now look at the scope. Not രാജേട്ടൻ don't put your eye too close. സിംഹത്തിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് 375. രാജേട്ടൻ Fasten your shoulder. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന റൈഫിളാണ്. All the way ലോങ് back. You'll see റേഞ്ചിലേക്ക് the circle ഉപയോഗിക്കാം. will go bigger. റീകോയിൽ Move your head back to me. റീകോയിലിംഗ് കുറവാണ്. Is it getting better? This ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് മറ്റേ തോക്കാണ്. പവർ ഫാക്ടർ ഉള്ളതായിട്ട് വലിയ See, there's a little പക്ഷേ ഇതുകൊണ്ട് സാധാരണ വീഴും. പക്ഷേ ലീഗലി അലൗഡ് the target. That's orange. കാരണം അതിന് ഭയങ്കരമായിട്ട് പവർ You need to try and keep Long that range small flat dot hornet. on that target orange. മറ്റൊരു Not തോക്കുകൊണ്ട് one in the അതിനെപ്പറ്റി middle because we only shoot it. One നമ്മളിപ്പോൾ രാവിലെ ഷൂട്ടിങ് തുടങ്ങുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട്
കൂടെയുള്ള സ്റ്റാഫിനൊക്കെ ഉള്ള എൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് ഇതിൻ്റെ. ഓക്കെ, ഇവർക്ക് ഏകദേശം 2000 ഏക്കർ സ്ഥലം ഉണ്ട്. ഈ കാണുന്ന സ്ഥലമെല്ലാം ഇവരുടെ സ്വന്തമാണ്. അവിടെയാണ് ഈ മൃഗങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ പോകണം. അടുത്ത ഒത്തിരി മൃഗങ്ങളുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാം അന്നന്ന് പിടിക്കുന്ന മൃഗങ്ങൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത് കൂടാതെ അവർ ഫ്രഷായിട്ട് കഴിക്കുമ്പോൾ അതിനൊക്കെ കൂടുതൽ ടേസ്റ്റ് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞ് അതിലാണ് മെച്യൂർ ഇതായി കഴിയുമ്പോഴാണ് അതിന് കൂടുതൽ രുചി വരുന്നത്. അതുകൊണ്ട് ഫ്രഷായിട്ട് പിടിക്കുന്നതിനൊക്കെ കൂടുതൽ രുചി അതിനാണ്. അപ്പോൾ ആ മീറ്റാണ് നമുക്ക് എപ്പോഴും തരുന്നത്. എപ്പോഴും ധാരാളം മീറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തൊക്കെ മൃഗത്തിനെ ഇപ്പോൾ പിടിക്കാൻ പോകുന്നത്? നമ്മൾ മെയിനായിട്ട് ബ്ലസ് ബക്കിനെയാണ് നോക്കുന്നത്. ബ്ലസ് ബക്കായിരിക്കും മെയിനായിട്ട് ഇന്ന് നോക്കുന്നത്. അതിന് കൊമ്പുള്ള ടൈപ്പ്. അത് ബ്ലസ് ബക്ക് മെയിലിനും ഫീമെയിലിനും കൊമ്പുണ്ട്. മെയിലിൻ്റെ എന്ന് പറഞ്ഞാൽ തിക്നെസ് കൂടുതലായിരിക്കും, ഫീമെയിലിൻ്റെ എന്ന് പറഞ്ഞാൽ തിക്നെസ് കുറവായിരിക്കും. നമ്മളിപ്പോൾ ബ്ലസ് ബക്കിൻ്റെ സ്കള് ഇപ്പോൾ ഇവിടെ കണ്ടായിരുന്നല്ലോ. ബ്ലസ് ബക്ക് കണ്ടു, ലഷ്വയുടെ കണ്ടു, ബ്ലാക്ക് വൈൽഡ് ബീസ്റ്റ്, ബ്ലൂ വൈൽഡ് ബീസ്റ്റ്, പിന്നെ മൗണ്ടൻ റീഡ് ബക്കിൻ്റെ ഉണ്ടായിരുന്നു, സ്പ്രിംഗ് ബക്കിൻ്റെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ നാട്ടിൽ കാണാത്ത പലതരം മൃഗങ്ങളും ഇവിടെ നമ്മൾ നാട്ടിലുള്ള ഒറ്റ മൃഗത്തിന് നമ്മളിവിടെ കണ്ടത്. അതെ അതെ, നാട്ടിലിപ്പോൾ അവിടെ ഇപ്പൊ ഫോളോ ബക്ക് ഇവിടെ ഉള്ളത് നാട്ടിലുണ്ട്. എന്താ പറയാ നാട്ടില് പേര്? നാട്ടില് അത് മാൻ്റെ ഇപ്പൊ പുള്ളിയുള്ളത്. അതിൻ്റെയാണ് കൊമ്പ് പറഞ്ഞതല്ല. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊല്ലം കൊമ്പ് കൊഴിഞ്ഞു പോകും. മറ്റേ ആന്റിലോപ്പ് ബാക്കിയുള്ളതിൻ്റെ ഒന്നും കൊമ്പ് കൊഴിയില്ല. പശുവിൻ്റെ അങ്ങോട്ട് മരിക്കുന്നവരും വളർന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ കൊമ്പ് പൊഴിഞ്ഞു പോയാൽ തന്നെ 1 വർഷത്തിനുള്ളിൽ ഉണ്ടാവുന്നല്ലോ. 3 മാസത്തിനകം ഏകദേശം ഇത് ഒരു 6 മാസം ആകുമ്പോഴേക്ക് 7 മാസം ആകുമ്പോൾ പൂർണ്ണ ഇത് വെൽവെറ്റിൽ നിന്ന് മാറി ഇതാവും. പിന്നെ മേറ്റിംഗ് സീസൺ ആകുമ്പോഴേക്കും മേറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ കൊഴിഞ്ഞു പോകും. ഇവിടെ ഇതിന്റെ ഹണ്ടിങ്ങിനായിട്ട് പ്രത്യേകിച്ച് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ചില എൻഡേഞ്ചേർഡ് അനിമൽസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിൻ്റെ പോപ്പുലേഷൻ അത് നമ്പർ നോക്കിയിട്ടാണ് പെർമിറ്റ് കൊടുക്കുകയുള്ളൂ. ഈ പ്ലെയിൻ ഗെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇങ്ങനത്തെ അനിമലുകൾക്കൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കൊല്ലാം. കാരണം അത് തിക്ലി പോപ്പുലേറ്ററാണ്. കാരണം അതുപോലെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതിനെ ഇഷ്ടംപോലെ നമുക്ക് കൊല്ലാം. കുഴപ്പമൊന്നുമില്ല. പെർമിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് കൂടുതൽ പൈസകൾ, ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് നമ്മൾ കൊല്ലുന്നതിന് റൈനോ, എലിഫന്റ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലയണൊക്കെ അതിലൊക്കെ കുറവാണ്. ബഫലോയും കുറവാണ്. Okay, I have a plan. We're gonna take the car and go all the way down because the blaze park is here. Don't want to disturb. Then they're gonna run to us. We're gonna stay all the way on the boat. ഇപ്പം നമ്മൾ ഇതിനെ വെടിവെക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം പല തരം മൃഗങ്ങളെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഞാൻ എൻ്റെ ഇതിലേക്ക് കാണിച്ചു തരാം. കാണുന്നത് മാനിൻ്റെ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ് കാണുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ മൃഗങ്ങളെ ഹണ്ടിങ് മാത്രമല്ല, ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ഒരു പറഞ്ഞാൽ കാണേണ്ട തന്നെയാണ്. അത്രയ്ക്ക് രസമായിട്ടുള്ള, ഇത് നമ്മളൊന്നും അല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതാണ്.
ഇതിന്റെ ചുറ്റുമുള്ള ഒരു സ്ഥലങ്ങൾ തോന്നുന്നു, വെള്ളച്ചാട്ടവും മലകളും. Yeah. എൻ്റെ പുറകിലായിട്ട് ഒരു വലിയ ഒരു കൂട്ടം മൃഗങ്ങളുണ്ട്. എല്ലാം ഇത് ബെസ്പോക്ക് എന്ന മൃഗമാണ് നിൽക്കുന്നത്. പലതരം മൃഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഇട്ടാവട്ടത്ത് തന്നെ ഏകദേശം ഒരു 100-150 മൃഗങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു. അതായത് ഞാൻ താമസിക്കുന്ന അതിനോട് ചേർന്ന് 8 വെറൈറ്റി മൃഗങ്ങൾ. ഒരു കൂട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 40-50 ഒക്കെ ആയിട്ടുള്ള കൂട്ടങ്ങളാണ് മൃഗങ്ങൾ ഇതിന് നമ്മള് അന്വേഷിച്ചൊന്നും പോകണ്ട. ഇതെല്ലാം നമ്മുടെ താമസിക്കുന്ന ആ കോമ്പൗണ്ടിന്റെ അടുത്തേക്ക് തന്നെയായിട്ട് വരും. ഇവിടുത്തെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി സൗന്ദര്യം അത് പറഞ്ഞ നേരിട്ട് കണ്ടാലാണ് അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവും. വെള്ളച്ചാട്ടവും കുന്നുകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. നമ്മൾ സീനറി എന്ന് പറഞ്ഞ ഈ കൂടുതൽ അകലയിലേക്കൊന്നും പോകണ്ട, ഈ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ മാത്രമാണ് കാണുന്നത്. What are the animals around here mainly? So this is the Highveld region of South Africa. So we have black wildebeest, blesbok, fallow deer, common reedbuck. We have mountain reedbuck, duiker, springbuck, red hartebeest, eland. There's a lot of species. What do we miss? There's zebra. Yeah, that's mainly what you get in this region. Yeah. Okay. നിങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇത് ഞാനാ താമസിക്കുന്ന ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള സ്ഥലമാണ് കാണുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ മാത്രം കാണുന്ന മൃഗങ്ങളാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ട് കൂടുതൽ തിക്ക് ഫോറസ്റ്റ് ആയിട്ടുള്ള അവിടെ ലയൺ, സീബ്ര, അങ്ങനെ ഒത്തിരി മൃഗങ്ങൾ അവിടെ ഉണ്ട്. Each grabs a leg. Yeah, that will be easier. So 2 in front, 2 at the back. Yeah. ഞങ്ങൾ പിടിച്ച് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഫോട്ടോ. ബെസ്പോക്ക് ആണ്. ജയേഷാണ് ഇതിനെ വെടിവെച്ചത്.
ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഹിൽ ടോപ്പിൽ നിന്ന് ഞങ്ങൾ ഇറക്കി കൊണ്ടുവരാണ്. 60-65 കിലോ ഉണ്ടെന്നാണ് അവർ പറയണത്. നല്ല ഹെവിയാണ്. ഞാനും ഒന്ന് പിടിച്ചു നോക്കി, പക്ഷെ നല്ല ഹെവിയാണത്. നല്ല വെയിറ്റ് ഉണ്ട്. Kom ons draai die volgende bokke allemaal op 'n plat stuk skiet waar ons kan ry. ഈ ബ്ലസ് ബക്ക് 10-65 കിലോ ഉണ്ടെങ്കിൽ ജിറാഫൊക്കെ എത്ര കിലോ ഉണ്ടാവും? ഈ ലേക്കിൻ്റെ അപ്പുറത്ത് ആ നടുക്കലത്തെ ഒരു 3 മരങ്ങളുണ്ട്, കണ്ടോ? അതിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം കുറച്ച് അകലെയായിരുന്നു. ഒരു 250 മീറ്ററെങ്കിലും അകലെ കുന്നിൻ്റെ മുകളിലായിരുന്നു ഇവൻ നിന്നിരുന്നത്. അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി, ഒന്ന് നടന്ന് നിന്നപ്പോഴാണ് വെടിവെച്ചത്. എന്നെ വെടിവെച്ചത് ഇവിടെ നിന്നുകൊണ്ടാണ് എന്നെ വെടിവെച്ചത്. ആ കാണുന്ന പാറയുടെ മേളിലായിരുന്നു. Raju, yeah, you were smoking. അതിനെ ചുമന്ന നമ്മള് നമ്മുടെ വണ്ടിയിൽ കയറ്റി ഖരീഫ് ഹോളിഡേയ്സ്. ഇവരാണ് നമുക്ക് You see, ഇതിനുള്ള ഇതൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. when you're sitting down, പുറകിൽ you have so much more stability. കാണുന്നതാണ് നമ്മുടെ വീട്. ഇപ്പം മൃഗങ്ങളൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഓടിപ്പോയി. ഇത്ര നേരം ഇവിടെ നിറച്ചും ഇതായിരുന്നു. നമ്മൾ തോന്നി നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിന് നിർത്തിയാൽ നന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുസ്തകത്ത് വളരെ സുരക്ഷിതമായിട്ട് എൻ്റെ കാലിൻ്റെ ചോട്ടിൽ തന്നെ കിടക്കുന്നുണ്ട്.